കോട്ടയം ജില്ലാ ക്ഷീരസംഗമം ഉണർവ് 2024 ഡിസംബർ മാസം 27, 28 തീയതികളിൽ ബ്രഹ്മമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ജില്ലാ പഞ്ചായത്ത്, വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത്, ചെമ്പ് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെ ജില്ലയിലെ മുഴുവൻ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 26 വൈകിട്ട് വിളംബര ജാഥ, 27 രാവിലെ കന്നുകാലി പ്രദർശന മത്സരത്തോടെ ക്ഷീരസംഗമം ആരംഭിക്കും. കന്നുകാലി പ്രദർശന മത്സരം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ PS പുഷ്പമണിയും ക്ഷീരജാലകം ഡയറി എക്സ്പോ CK ആശ MLAയും ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ക്ഷീരജ്വാല, ക്ഷീരസംഘം പ്രതിനിധികൾക്കുള്ള ശില്പശാല, ക്ഷീരകിരണം, പാലറിവ്, ക്ഷീരസന്ധ്യ, കലാസന്ധ്യ, ഗവ്യജാലകം, ക്ഷീരകർഷക സെമിനാർ തുടങ്ങി വിവിധ കലാപരിപാടികൾ കർഷകർക്കും ക്ഷീരസംഘങ്ങൾക്കും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കുമായി നടത്തും. 27 ആരംഭിച്ച് 28 അവസാനിക്കുന്ന 2 ദിവസങ്ങളിലായിട്ടാണ് ക്ഷീരസംഗമം നടത്താനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുള്ളത്. വളരെ വിപുലമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് ക്ഷീരസംഗമവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. കോട്ടയം ജില്ലാ പഞ്ചായത്തും ഒപ്പം തന്നെ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത്, ചെമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാം വളരെ വലിയ സഹകരണത്തോടെ ഒപ്പം തന്നെ എല്ലാ ക്ഷീരസംഘങ്ങളുടെയും സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ക്ഷീര സംരക്ഷണ വകുപ്പിൻ്റെ, സംസ്ഥാന ക്ഷീര സംരക്ഷണ വകുപ്പിൻ്റെ, ക്ഷീര വികസന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുവാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് സംബന്ധിച്ച് സംഘാടക സമിതി എല്ലാം ചേർന്നിരുന്നു. സംഘാടക സമിതിയുടെ 2-3 മീറ്റിങ്ങുകൾ നടത്തി നമ്മൾ ആ പ്രോഗ്രാം ഏറ്റവും ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ പരിപാടികളിലൂടെ നമുക്കത് ജനശ്രദ്ധ ആകർഷിക്കുകയും ഒപ്പം തന്നെ ക്ഷീര മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിലൂടെ ക്ഷീരവികസന വകുപ്പ് ലക്ഷ്യം വയ്ക്കുന്നത്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനാവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ആ സംഘാടക സമിതിയുടെയും വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ ഇതുവരെ ചെയ്തു കഴിഞ്ഞു. 28 രാവിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനം ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചു റാണി ഉദ്ഘാടനം ചെയ്യും. ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് മുഖ്യ പ്രഭാഷണം നടത്തും. ജില്ലയിലെ മികച്ച യുവ ക്ഷീര കർഷകൻ ആൽവിൻ ജോർജ് ആയത്തേൽ, ബിജുമോൻ, ക്ഷീരസംഘത്തിൽ പാലളന്ന ആലിസ് തുടങ്ങി മികച്ച കർഷകരെയും മികച്ച സംഘങ്ങളെയും ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിക്കും. MPമാരായ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്, ആൻഡോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, ജോസ് കെ മാണി, ജില്ലയിലെ MLAമാർ തുടങ്ങിയവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, മേഖല ക്ഷീരോത്പാദക യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ, ക്ഷീര സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് CK ആശ MLA, വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. ബിജു, ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ CR ശാരദ, അസിസ്റ്റന്റ് ഡയറക്ടർ VG വിശ്വനാഥ്, വൈക്കം ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ V. സുനിത, ഡയറി ഫാം ഇൻസ്ട്രക്ടർ പ്രതീഷ് കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ വൈക്കം മണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകർ ഉള്ള ഒരു പ്രദേശമാണ് ഈ ചെമ്പ് ഗ്രാമപഞ്ചായത്ത്. ആ ചെമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഹൃദയപൂർവ്വ വെച്ചാണ് ഈ പ്രോഗ്രാം അതിവിപുലമായി സംഘടിപ്പിക്കാൻ തീരുമാനം. അത് അതിൻ്റെ ആരംഭമുള്ള ആദ്യപടിയുള്ള അതിൻ്റെ റാലി ഉൾപ്പെടെ വലിയ വിജയകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കന്നുകാലി പ്രദർശനങ്ങളെല്ലാം അതിനകത്ത് വലിയൊരു ജനസാമാന്യം അതിനകത്ത് പങ്കെടുക്കണം എന്ന തരത്തിലേക്കുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറേ ആഴ്ചകളായിട്ടുള്ള മാസങ്ങളായിട്ടുള്ള വലിയൊരു പ്രയത്നം ഈ ഒരു പ്രവർത്തനത്തിനുണ്ട്. അതിനകത്ത് 4 മണിക്ക് ബ്രഹ്മമംഗലം സംഘത്തിൽ നിന്നും ഉള്ള ഘോഷയാത്രയോടെ വിളംബര ജാഥയോടെയാണ് ആരംഭിക്കുന്നത്. രണ്ടാമത്തെ ദിവസം നമ്മുടെ ബഹുമാനിയായ MLA പറഞ്ഞതുപോലെ രാവിലെ പതാക ഉയർത്തിയതിന് ശേഷം കന്നുകാലി പ്രദർശനം നടത്തുന്നു. കന്നുകാലി പ്രദർശനം എന്ന് പറയുമ്പോൾ നമ്മൾ 3 വിഭാഗമായിട്ടാണ് പ്രദർശനം നടത്തുന്നത്. കറവപ്പശു വിഭാഗം, കിടാരി വിഭാഗം, കന്നുകുട്ടി വിഭാഗം. അതായത് വിവിധ ഇനങ്ങളിലുള്ള പശുക്കളെയും കന്നുകുട്ടികളെയും കിടാരികളെയും കർഷകർക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അവർക്കൊരു പ്രോത്സാഹനം കൂടിയാണ് ഈ കന്നുകാലി പ്രദർശനം വഴി നടപ്പിലാക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും നല്ല ഒരുക്കൾക്ക് നമ്മൾ 3 സമ്മാനങ്ങൾ നൽകുന്നു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന രീതിയിൽ 3 സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. വിഷൻ ന്യൂസ്, വൈക്കം.